ഇന്ന് പെയിൻറ്റ് ബക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടുപ്പാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുന്നേ ചട്ടി ഉപയോഗിച്ചിട്ടൊരു അടുപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ചോറ് വെച്ച് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ, വേഗം ആവുന്നുണ്ട്. അതുപോലെ പെയിൻറ്റ് ബക്കറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഏത് കൊച്ചു കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മണ്ണ് കല്ലൊക്കെ പൊക്കിയിട്ട് തരിച്ചിട്ട് ആ മണ്ണിൻ്റെ അകത്ത് കുറച്ച് സിമൻറ്റ് ഇട്ടും കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കുഴച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. സിമൻറ്റും ഇതും ഒക്കെ പാടി ആദ്യം വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലായിടത്തിലും ആവണം. ഇത് സിമൻറ്റും മണ്ണും ഒരുപോലെ കുഴച്ചെടുക്കണം. ഇതിൽ കാണിക്കുന്ന പോലെ ചട്ടകല്ലെങ്കിലും വേറെ എന്തെങ്കിലും വടിയോ എന്തായാലും മതി, കത്തിയോ വടിയോ എന്തെങ്കിലും ഇത് ഇളക്കാനുള്ള ഒരു ആയുധം. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത്. എന്നിട്ട് ഇതുപോലെ ഇതാക്കിയിട്ട് സിമൻറ്റ് ഇടുന്ന വെച്ചാൽ മണ്ണ് മാത്രമേ വേഗം അങ്ങോട്ട് പൊട്ടിപ്പോകും. അപ്പോൾ സിമൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ഉറപ്പിൽ നിൽക്കും. അതിനാണ് എന്നിട്ട് റൗണ്ടാക്കിയിട്ട് അടിയിൽ ഇങ്ങനെ റൗണ്ട് പോലെ ഈ അടുപ്പിൻ്റെ അടിയിലൊക്കെ റൗണ്ടായിട്ട് കാണുന്നില്ലേ, അതുപോലെ കുറച്ച് റൗണ്ടിൽ വട്ടത്തിൽ മണ്ണിങ്ങനെ വെക്കുക. കൈ കൊണ്ട് എന്നിട്ട് അമർത്തി വെച്ചതിന് ശേഷം പെയിൻറ്റ് ബക്കറ്റ് വെക്കുക. എന്നിട്ട് ഈ കുഴച്ച മണ്ണ് പെയിൻറ്റ് ബക്കറ്റിൻ്റെ ചുറ്റും മുകളിൽ മുഴുവനും ഇങ്ങനെ മുകളിൽ വരെ എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ എത്ര ഉയരം വേണമെന്ന് വെച്ചാൽ അത്ര ഉയരത്തിൽ ഈ മണ്ണ് കുഴച്ചത് സിമൻറ്റും മണ്ണും കൂടി കുഴച്ചത് ഈ പെയിൻറ്റ് ബക്കറ്റിന് ചുറ്റും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി അധികം വെള്ളമാവരുത് കേട്ടോ. വെള്ളമാവാതെ ശ്രദ്ധിക്കണം. വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കില്ല, അത് ഒലിച്ചിങ്ങനെ താഴേക്ക് വീണ് പോകും അധികം വെള്ളമായാൽ. അപ്പോൾ അധികം വെള്ളമാവാത്ത വിധത്തിൽ ഇങ്ങനെ കട്ടയായിട്ട് ഇത് തന്നെ ലേശൊരു വെള്ളം ഉണ്ട്, അത്രയും ഇത് വേണ്ട, കുറച്ചും കൂടി തിക്കായിട്ട് നിങ്ങൾ കുഴച്ചാൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കിയിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് ഇങ്ങനെ ബക്കറ്റിൻ്റെ മേലെ ഇങ്ങനെ പരത്തുക. ഇതേത് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതേപോലെ പരത്തി ഇങ്ങനെ മേലെ തേച്ച് അങ്ങനെ പിടിപ്പിക്കുക. കൈ കൊണ്ട് നിന്നിട്ട് അമർത്തി കൊടുക്കുക. അത് വീണ് പോകാതെക്കാൻ വേണ്ടി അതുപോലെ അങ്ങനെ ഇതാക്കിയിട്ട് കാണുന്ന പോലെ ഇങ്ങനെ അമർത്തി എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ മിനുക്കി കൊടുത്താൽ മതി. നല്ല കല്ലില്ലാത്ത മണ്ണാണെങ്കിൽ നല്ല പോലെ നമുക്ക് മിനുക്കാൻ പറ്റും. ഇവിടെ കല്ലുള്ള മണ്ണാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കമ്പീൻ്റെ ഒരു തരിപ്പുണ്ടായിന്, അത് വെച്ചിട്ട് അരിച്ചിട്ട് എടുത്തത്. അത് ഞാൻ ഇതിൽ കാണിച്ചില്ല അരിക്കുന്നൊന്നും. അത് അരിച്ചിട്ട് ആ കല്ലൊക്കെ പോക്കിയിട്ട് ചെറുമാതിരി കല്ലൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ സിമൻറ്റ് കൂട്ടിയിട്ട് ഇത് കുഴച്ച് ബക്കറ്റ് ഈ സിമൻറ്റ് ബക്കറ്റ് നടുവിൽ വെച്ച് ആദ്യം അടിയിൽ കുറച്ച് ഇത് വെച്ച് നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ വെച്ചിട്ട് മണ്ണ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ സിമൻറ്റ് ബക്കറ്റ് വെച്ച് ബക്കറ്റിന് ചുറ്റും മണ്ണ് ഇങ്ങനെ തേമ്പി കൊടുക്കുക എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുക. മണ്ണ് തേക്കുക ഇതേപോലെ എത്ര ഉയരാൻ വേണ്ടി വെച്ചാൽ അതുപോലെ തേച്ചതിന് ശേഷം ആ ബക്കറ്റ് പതുക്കെ അങ്ങനെ ഊരിയെടുക്കുക. കുറച്ച് ഒരു ഉണങ്ങിയതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ചുറ്റി ഇതാക്കിയാൽ മതി. അപ്പോൾ അതിങ്ങോട്ട് പോരും. ബക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് കന ഉണ്ടെങ്കിൽ വേഗം കിട്ടും കേട്ടോ. വെറും കാലി ബക്കറ്റ് വെക്കണ്ട, ബക്കറ്റിൻ്റെ അകത്ത് വെള്ളമോ അല്ലെങ്കിൽ കല്ലോ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതങ്ങനെ ഇതേമാതിരി പൊന്തിച്ചും കൂടി എടുക്കാം. കണ്ട ഇപ്പോൾ കണ്ടില്ലേ, റൗണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല റൗണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഒരേ ഇതിൽ കണ്ടോ. അത് എന്നിട്ട് കൈ കൊണ്ട് നമുക്ക് തേമ്പി മിനുസാക്കി നല്ല മിനുസാക്കാം. കുറച്ച് മണ്ണ് ഉപയോഗിച്ച് മിനുസാക്കാം. അതേപോലെ ഇരിക്കും ആ ബക്കറ്റ് എടുത്താൽ. നിങ്ങൾ കാണുന്നില്ലേ, അതുപോലെ ഇരിക്കും. എന്നിട്ട് അത് നല്ലോണം ലെവലാക്കി കൈ കൊണ്ട് നല്ല മിനുസാക്കിയിട്ട് നമുക്ക് പാത്രം വെക്കാനായിട്ട് 3 ബോൾ പോലെ മണ്ണ്, ഈ മണ്ണും സിമൻറ്റും കൂടിയുള്ളത് തന്നെ കേട്ടോ, 3 ബോൾ പോലെ ആക്കിയിട്ട് ഇതുപോലെ ചെയ്യുക. മൊന പോലെ പാത്രം വെക്കാനൊരിത് മൊന വേണ്ടേ. അത് വെച്ചാലുള്ളൂ ഈ പുകയൊക്കെ പുറത്തേക്ക് പോവുക. അതിനാണിത് വെക്കുന്നത്. അല്ലെങ്കിൽ പാത്രം ഇതിൽ താന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ പുക പോകില്ല, തീ കത്തില്ല. കുറച്ച് എയർ കിടന്നാലാണല്ലോ തീ കത്തുക. ഇതുപോലെ 3 ബോൾ ഇങ്ങനെ വെക്കുക ഒരേ ലെവലിട്ടോ. വലുതും ചെറുതായി പോരുത്, അപ്പോൾ പാത്രം കൊണ്ട് വീട് പോകും. ഒരേപോലത്തെ ലെവലിൽ മൊന വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു പാത്രം എടുത്ത് അതിൻ്റെ മേലെ വെച്ചാൽ മതി, ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം 3 മൊന വെച്ചതിൻ്റെ ഒരു നടുവിൽ
ഒരു ഒരു കത്തി ഉപയോഗിച്ചിട്ട് കുറച്ച് ഉണങ്ങി വരുമ്പം തന്നെ കത്തി ഉപയോഗിച്ചിട്ട് ഒരു സ്ക്വയറിലൊരു കട്ട് ചെയ്തിട്ടെടുക്കുക. അതിൽ കൂടിയാണ് നമുക്ക് വിറകൊക്കെ വെക്കേണ്ടത്. അല്ലാതെ വിറക് വെക്കാൻ കഴിയില്ലല്ലോ. അതിനാണ് അവിടെ അങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ നല്ല മിനുസാക്കി കൊടുക്കാം. അതുപോലെ ഇങ്ങനെ മിനുസാക്കുക. ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം നല്ല മണ്ണാണെങ്കിൽ നല്ല മിനുസായിട്ട് കിട്ടും നമുക്ക്. ഇതിൽ കുറച്ച് ഇങ്ങനെ തരി പോലത്തെ കുറച്ച് വലിപ്പമുള്ള കല്ലുകളുണ്ട്. അത് പോക്കാനുള്ള ആയുധങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കമ്പി വല ഉണ്ടേനി, അത് ഉപയോഗിച്ചിട്ടൊക്കെയാണ് കല്ല് പോക്കിയത് കേട്ടോ. എന്നാലുള്ളൂ ശരിക്കും നമുക്ക് ഇങ്ങനെ അത് തേക്കാനൊക്കെ പറ്റുക. അല്ലെങ്കിൽ അത് ഇങ്ങനെ വലിയ കല്ലൊക്കെ ഇങ്ങനെ ഉരുണ്ടിട്ട് ഒരു സുഖം ഉണ്ടാവില്ല, വൃത്തി ഉണ്ടാവില്ല, നീറ്റ് ഉണ്ടാവില്ല. ഇത് നല്ലോണം നൈസായ മണ്ണാണെങ്കിൽ നല്ല നീറ്റ് ഉണ്ടാവും. കണ്ടില്ലേ, 3 മൊന വെച്ച്. ഇതിപ്പോൾ കുറച്ച് ഓലക്കണ്ണി വെച്ചിട്ട് ഈ പാത്രം ഇല്ലേ, ഒരു പഴയ പാത്രമാണ് കേട്ടോ, വേസ്റ്റൊക്കെ ഇതാക്കുന്ന പാത്രമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം വെക്കുന്നത്. ഇതിൻ്റെ മേലെ കരി പിടിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ, എയർ കിടക്കുന്നതിനെ കൊണ്ടേ നല്ലോണം കത്തുന്നുണ്ട്. ഓലക്കണ്ണി വെച്ച് കത്തിച്ചപ്പോൾ തന്നെ ആ വെള്ളം ചൂടായി, നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് എന്നിട്ട് ആ വെള്ളം ചൂടായി, നല്ലോണം കത്തുന്നുണ്ട്. ഇതുപോലെ കത്തിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഭാഗത്ത് ഇത് കൊണ്ടുവച്ചാൽ മതി. ആരും തട്ടാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് വിറകൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചോറൊക്കെ വെക്കാം പുറത്തുനിന്ന്.